പറയുകയാണെങ്കിൽ ശാലിൻ അനുസരണ ലേശമില്ല, എന്നാലും ഉണ്ട്. അവള് പാവാണ്, പക്ഷെ തുള്ളി കുറുമ്പിയാണ്. പിന്നെ എബി ഇതെല്ലാം കണ്ടറിഞ്ഞ് അവളെ നയിക്കാനുള്ള ഒരു ഏക വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എബി പാവായതുകൊണ്ട് ശാലിനെ പൂർണ്ണ ഞങ്ങള് എബിയുടെ കയ്യിലാണ് ഏൽപ്പിച്ചേക്കുന്നത്. പിന്നെ വലിയ ബുദ്ധിയും ഇതൊന്നും ഇല്ലാത്തോണ്ട് രസമാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചേവി. എനിക്ക് ഇച്ചിരിയുടെ ബുദ്ധി ഉണ്ടായിരുന്ന ഞാൻ നിലവിലും കിട്ടുമോ. അവള് വളരെ കുറുമ്പിയായിരുന്നു ചെറുപ്പനാളില്. എപ്പോഴും എന്റെ തോളത്ത് കയറിയിരിക്കുമായിരുന്നു. അവള് നിലത്ത് നിൽക്കത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഹാപ്പിനെസ് ആണല്ലോ ഏറ്റവും വലുത്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും എന്ത് ചെയ്താലും എനിക്കൊരു സന്തോഷമുണ്ട്, ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഇവൻ ബേസിക്കലി ഒരു മടിയനാണ്. ചില കാര്യങ്ങള് രാവിലെ എഴുന്നേക്കാൻ എന്നെക്കാളും മടിയാ. ക്വാളിറ്റി പായ്ക്കാണ്, അതായത് അത് കുറച്ച് കെയറിങ്, കുറച്ച് കരുതല്, ഒന്നും ഓവറില്ലാതെ ഒരു സാമ്പാർ പോലെ എല്ലാം ഉള്ള ഒരു കിറ്റ്. അപ്പൊ നല്ലൊരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോ നല്ലൊരു പേഴ്സണാലിറ്റി ആണ്. പരസ്പരം പൊക്ക പറയാം, അതെങ്ങനെ കളിയാക്കാതെ. ഇവൻ എന്റെ അനിയനല്ല, ഇവൻ എന്റെ ചേട്ടനാ. ഇവന്റെ അനിയനെ കണ്ടാണ്. അനിയൻ നേരത്തെ കെട്ടിയെന്നേ ഉള്ളൂ. അനിയന്റെ വയസ്സ്, ഇവന് നല്ല പ്രായമുണ്ട്. ഞങ്ങൾക്ക് പെണ്ണ് കിട്ടാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ തേക്കാണ്. പിന്നെ പാവശാലിനെ എങ്ങനെയൊക്കെയോ കരഞ്ഞു കാണിച്ചു. കോവിഡ് ടൈമില്ലേ, കോവിഡ് ടൈമിലാണ് വീട്ടില് ഒന്നുമില്ലാതെ നെഞ്ചു കുത്തിയിരുന്നൊക്കെയാണ് ഫേസ്ബുക്കില് നല്ലൊരു മെസ്സേജ് വരുന്നു. ഒരു കെയറിംഗ് ഉള്ള ഒരു കുട്ടിയാണ്. കല്യാണത്തെ പറ്റി ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് താല്പര്യമൊന്നും ഇല്ലല്ലോ. അപ്പൂസിനെ കുറിച്ച് പറയാൻ എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. അപ്പൂസിനെ കുറിച്ച് പറയാന്. അപ്പൂസിന് ഭയങ്കര പാവം മോനാണ്, ഭയങ്കര ക്യൂട്ട് അവന്. എൻ്റെ മോൾക്ക് ഏറ്റവും ചേരുന്ന ഏത്, രണ്ടുപേരും കൂടെ ഭയങ്കര ചേർച്ച. എന്താ മോനെ എനിക്ക് എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. അവന് അത്രമാത്രം ഒരു പാവം, ഒരു പൂച്ചക്കുട്ടിയാണ് അവൻ. ഇതിനെ
പറ്റി പറയുകയാണെങ്കിൽ എബി ഭയങ്കര പാവമാണ്. ശരിക്കും ഷാലിന് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഷാലു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ 100% സ്നേഹമാണ്. അത്രയും നല്ല ആളാണ്. ഷാലിന് കിട്ടിയൊരു ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ എബി. പുറത്തിറങ്ങി നിൽക്കും, ഞാൻ ബൈക്കിനതിലിങ്ങനെ പോകും. അന്നൊക്കെ രാവിലെ 7 മണിക്കൊക്കെ അന്ന് ഞാൻ വിളിച്ചു. അന്ന് ബ്രഷ് പോലും ചെയ്യാൻ തന്നെ കാണാൻ എൻ്റെ മോൾ എൻ്റെ ജീവൻ്റെ ജീവനാ. അവളെൻ്റെ എല്ലാമാണ്. അവളെ കെട്ടുന്ന മോന് അതിലേ നല്ലത്. എനിക്ക് പറയാൻ അതിന് വാക്കില്ല. അത്രമാത്രം ഞങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്.